ലാലേട്ടാ, ഞാൻ പ്രശോഭാണ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജന്മദിനാശംസകൾ. എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ലാലേട്ട. എല്ലാവിധ ആയുസ്സും ആരോഗ്യവും സമാധാനവും തന്ന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ റീയൂണിയനിൽ ഈ വർഷവും എല്ലാവരും മീറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ല ലാലേട്ട? ഐ എം വെയിറ്റിംഗ് ഫോർ ദറ്റ് മൂമെന്റ്. ലവ് യു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഒരു വർഷം മുന്നേ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിട്ടില്ല ലാലേട്ടൻ ഈ വീഡിയോ കാണുമെന്നും അത് റെസ്പോണ്ട് ചെയ്യുമെന്നും പിന്നെ നമ്മുടെ ഒരു ഒത്തുചേരലിന് ലാലേട്ടൻ അതൊരു തുടക്കം കുറിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രതീക്ഷയില്ലാതെ പക്ഷെ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് ആഗ്രഹങ്ങളോടെയാണ് നമ്മൾ ആ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ ലാലേട്ടനത് അയച്ചത്. പക്ഷെ അതൊരു ഒത്തുചേരലിൻ്റെ തുടക്കമാവുമെന്ന് ഒരിക്കലും കരുതിയില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് നേരിട്ട് ആ ഒരു ഇവൻറ്റിന് വന്ന് ലാലേട്ടനോട് ടൈം സ്പെൻഡ് ചെയ്ത് ലാലേട്ടൻ അത്രയും നമുക്ക് വേണ്ടിയിട്ട് ടൈം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് തന്നതിൻ്റെ സന്തോഷം എങ്ങനെയാണ് ഇപ്പോഴും എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ബർത്ത്ഡേ വിഷസ് ലാലേട്ടന് തെരുമാറാകട്ടെ. അതുപോലെ ലാലേട്ടനെ വീണ്ടും കാണാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. അന്ന് കൂടിയ പോലെ ഒന്നിച്ച് വീണ്ടും കാർത്തിക ചേച്ചിയൊത്തും നമ്മുടെ എല്ലാ ഉണ്ണികളൊത്തും ലാലേട്ടൻ്റെ കൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈവനിങ്, അതിമോഹമാണെങ്കിൽ അതിമോഹം ആയിക്കോട്ടെ, പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ലാലേട്ടൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ പറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനിയും അതിനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും വേനൽ കുരുന്നിൻ്റെ തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളിൽ തേടുന്ന കാറ്റിൻ്റെ ഓളങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമായി പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ലാലേട്ട, ഹാപ്പി ബർത്ത്ഡേ. ലാസ്റ്റ് ഇയർ ഈ വിഷയം ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ലാസ്റ്റ് ഇയർ തന്നെ ലാലേട്ടനെ കാണാൻ പറ്റുമെന്നും ഇങ്ങനൊരു റീയൂണിയൻ നടക്കുന്നു. എനിവേ ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് വെരി ഹാപ്പി ഫോർ ദാറ്റ്. ആ ഒരു റീയൂണിയൻ നടന്നുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ലാലേട്ടനെ കാണാൻ പറ്റി. പിന്നെ നമുക്ക് വിദ്യ, വിമൽ, യദുചേട്ടൻ്റെയൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കിട്ടി. ആൻഡ് ഹോപ്പ്ഫുള്ളി ലാലേട്ടൻ്റെ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് മുന്നേ തന്നെ നമുക്ക് അമിത്തിനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഉടനെ തന്നെ നമുക്കൊരു റീയൂണിയനും കൂടെ നടത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലാലേട്ട, മലയാളികളുടെ എല്ലാം സ്വന്തം ലാലേട്ടന് ഞങ്ങളുടെ ഒരു ചെറിയ വിഷ്. ആൻഡ് ലാലേട്ടന് ജഗദീശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആയുരാരോഗ്യ സൗഖ്യത്തിന് നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ. നമസ്കാരം ലാലേട്ടാ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. ഈ കഴിഞ്ഞ വർഷം ലാലേട്ടൻ്റെ സംവിധാനത്തിൽ വന്ന ദറോസ്, അതുപോലെ തന്നെ എമ്പുരാൻ, ഇപ്പോൾ ഇറങ്ങിയ തുടരും ഒക്കെ ഞങ്ങളെ പോലുള്ള സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തിയ സിനിമകളാണ്. പ്രത്യേകിച്ചും ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ സാമ്യമുള്ള ഒരു ക്യാരക്ടറായിരുന്നു ബെൻസ് ഷൺമുഖിൻ്റേത്. ഇതിലൊക്കെ അങ്ങ് വരുത്തിയിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു അഭിനയ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കണ്ടുപഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുപോലെയുള്ള ഇനിയും അങ്ങോട്ടും ഒക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളുമുള്ള നല്ല സിനിമകളുടെ ഭാഗമായി അങ്ങ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള വലിയ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങേക്ക് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. വരും വർഷങ്ങളിലൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ വർഷമാവട്ടെ. വരും വർഷങ്ങളിൽ അടുത്ത വർഷം ഞാൻ വീണ്ടും ആശംസിക്കും. അതുകൊണ്ട് ഈ വരുന്ന വർഷം അങ്ങേക്ക് സമാധാനവും സന്തോഷവും ആരോഗ്യമൊക്കെ നൽകുന്ന വർഷമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടെ
Wish you a very happy birthday. Happy birthday, Lalita. I feel so happy and proud to wish you on your birthday. എൻ്റെ ഇത്രയും ചെറിയൊരു വിഷ് ഇത്ര വലിയൊരാളുടെ അടുത്ത് എത്തുന്ന പറയുമ്പോൾ വളരെയധികം എക്സൈറ്റ്മെൻറ്റ് തോന്നുക. ഞാനൊരു ചെറിയ വാരണാസി ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. ലൈഫ് ഇസ് വെരി സിമ്പിൾ എന്നാണ് ഈ ട്രിപ്പിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇത്ര ചെറിയ ലൈഫിനെ അല്ലെങ്കിൽ ഇത്ര സിമ്പിളായിട്ടുള്ള ലൈഫിനെ ഇത്ര മീനിങ് ഫുള്ളാക്കി മാറ്റാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ലാലേട്ടൻ സ്വന്തം ജീവിതം കൊണ്ട് തന്നെയാണ്. ആൻഡ് ഐ ഫീൽ very happy to wish such a great personality on his birthday. Happy birthday once again. ഹായ് ലാലേട്ട, നമസ്കാരം. നമ്മളുടെ റീയൂണിയൻ്റെ നിറമുള്ള ഓർമ്മകൾ ഇപ്പോഴും തുടരുകയാണ്. ലാലേട്ടന് ഈ പിറന്നാൾ ദിനത്തിൽ എല്ലാ ആയുരാരോഗ്യവും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് അഭിജിത്ത്. എൻ്റെ എല്ലാമായ എൻ്റെ മാത്രമല്ല നമ്മളുടെ എല്ലാവരുടെയും നമ്മൾ ഉണ്ണികളുടെ എല്ലാവരുടെയും എല്ലാമായ നമ്മുടെ ലാലങ്കളിന് ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. എനിക്കറിയാം ഇത് ഇസ് എ വെരി സ്പെഷ്യൽ ബർത്ത്ഡേ ഫോർ യു. കാരണം തുടരും ഫസ്റ്റ് ഷോയിൽ മെൽബണിൽ കണ്ട ആളാണ് ഞാൻ. ആൻഡ് ഐ ഹാവ് ടു ടെൽ യു, ഒരുപാട് ഇമോഷണലി ഭയങ്കര ഹെവി ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എസ്പെഷ്യലി ഒരു ലാലേട്ടൻ, ശോഭന മാം സിനിമ വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ മാത്രം വെച്ച് പോയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കരയിപ്പിച്ചു. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ യു വർക്ക് ദിസ് മാജിക് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്, മൂവി ആഫ്റ്റർ മൂവി. സോ അതിൻ്റെ ഒരു ഹൈയിലാണ് 200 crore ക്ലബ് എന്നൊക്കെ ഞാൻ ഒന്ന് വായിച്ചു. അപ്പോൾ ഐ നോ ദിസ് മസ്റ്റ് ബി എ വെരി സ്പെഷ്യൽ ബർത്ത്ഡേ ഫോർ യു. ബട്ട് ഞാനൊരു റിമൈൻഡറും കൂടി കൊണ്ടാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം കണ്ട സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പ്ലാൻ ചെയ്യൂ, ഞാൻ വരാമെന്ന്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി എന്നോടാണ് ചോദിക്കുന്നത്, നീ എന്താ ചോദിക്കാത്തത്, നീ എന്താ പറയാത്തതെന്ന്. അപ്പോൾ എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. പ്ലീസ് നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുക? റീയൂണിയൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയൂ, ഞാൻ കോർഡിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി എനിക്കൊരു ഇരിക്കപ്പുറത്തി തരുന്നില്ല, അതുകൊണ്ടാണ്. ബട്ട് എനിവേ, ഐ ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ ബർത്ത്ഡേ. ആൻഡ് ഞാനെപ്പോഴും പറയുന്ന മാതിരി ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് ലാലേട്ടൻ. ഞങ്ങൾ ഉണ്ണികളുടെ സ്പെഷ്യൽ സ്വകാര്യ അഹങ്കാരമാണ് ലാലേട്ടൻ. സോ ഒരുപാട് ആരോഗ്യവും ആയുസ്സും സന്തോഷവും സമാധാനവും ആൻഡ് തുടരുന്നേക്കാളും വലിയ സക്സസ്സിൽ ഇനി വരാൻ പോകുന്ന സിനിമകളൊക്കെ ലെറ്റ് ദം ബ്രിങ് ജോയ് ടു യു. ആൻഡ് വി ലവ് യു. ആൻഡ് ഹലോ ലാലേട്ടാ, വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. ലാലേട്ടന് ഇപ്പോൾ ഉള്ള ഈ ആരോഗ്യവും ഐശ്വര്യവും ഊർജ്ജസ്സും ഒക്കെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈശ്വരോട് പ്രാർത്ഥിക്കുന്നു. വൺസ് അഗെയിൻ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. Hi Lalu. Many happy returns of the day. God bless you with good health and happiness. I know this year is going to be a very special birthday for you, as you have been rocking the box office like no one else has done. And ലോകത്തുള്ള എല്ലാ മലയാളികളും ഈ ഒരു ദിവസം ഏറ്റവും വലിയൊരു ആഘോഷമാക്കാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഓൺ ദ 21st. സോ വി ആർ ഓൾസോ എക്സൈറ്റഡ് ടു സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഓൺ എ ഡേ. വിഷിങ് യു എ വെരി ബ്ലെസ്ഡ് ഡേ. ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ലാലുവിന് വേണ്ടി ചെയ്യുന്നത്. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ആസ് യു ഓൾ നോ, ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ നെക്സ്റ്റ് റീയൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഐ സിൻസിയർലി ഹോപ്പ് യു ഡു കൺസിഡർ ഈ കുഞ്ഞുങ്ങളുടെ പ്രപ്പോസൽ ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. സോ വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ടു. ആൻഡ് വേറൊന്നുമില്ല ലാലു, സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ഗുഡ് ഹെൽത്ത്, ഹാപ്പിനെസ് എല്ലാം സർവേശ്വരൻ നൽകട്ടെ. ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. God bless you. All the very best. Hope you do great work and keep us entertained for many more long years. So it's Mohanlal Tudarum. Bye.